പ്രിയമുള്ളവരെ, നമസ്കാരം. നമ്മളെ അനുദിനം ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന സംഗതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രതീക്ഷയാണ്. പ്രതീക്ഷ അസ്തമിക്കുന്നിടത്ത് നമ്മളുടെ ജീവിതവും ഏറെക്കുറെ അസ്തമിച്ചതിന് തുല്യമാകും. ഇന്ന് നമ്മൾക്ക് മോശമായിരിക്കുന്ന കാര്യം നാളെ നന്നാകും. നാളെ നമുക്ക് ആ കാര്യം നന്നാക്കിയെടുക്കാം, അല്ലെങ്കിൽ നാളെ ഈ കാര്യം നമുക്ക് നേടിയെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് നാളെ ആ കാര്യങ്ങൾ ചെയ്തു തീർക്കാം എന്നുള്ള പ്രതീക്ഷ. നാളെ നന്നാവും എന്നുള്ള പ്രതീക്ഷ ആണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ഇപ്പം ലോട്ടറി കച്ചവടത്തിൻ്റെ വളരെ വിഖ്യാതമായിരിക്കുന്ന ഒരു വാചകമാണല്ലോ, നാളെയുടെ പ്രതീക്ഷയാണ് അവർ പറയുന്നത്, നാളെ നന്നാവും എന്നുള്ളത്. ഇന്ന് നമ്മളെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷ, ഒരു ഗവൺമെൻറ് മാറി മറ്റൊരു ഗവൺമെൻറ് ചുമതലയേറ്റ ദിവസമാണ്. 10 വർഷത്തെ ഒരു ഗവൺമെൻറ് അവർ സ്ഥാനമൊഴിഞ്ഞു. ജനം മറ്റൊരു ഗവൺമെൻറ്റിനെ ഭരണ ചുമതല ഏൽപ്പിച്ച് അവരധികാരമേറ്റ ദിവസമാണ്. ജനം വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. അവരുടെ ഭരണം നമുക്ക് ഏറ്റവും ആശ്വാസകരമായ രീതിയിൽ ഉണ്ടാവണം, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാവണം എന്നുള്ള പ്രതീക്ഷ. വീണ്ടും 5 വർഷങ്ങളോടെ കഴിയുമ്പോൾ ഈ പ്രതീക്ഷകൾക്ക് വിപരീതമായിട്ടാണ് ഈ ഗവൺമെൻറ് പോകുന്നതെങ്കിൽ തീർച്ചയായും നമ്മൾ മറ്റൊരു സാഹചര്യത്തെക്കുറിച്ച് ചിന്തിക്കും. അപ്പോൾ ചിലപ്പോൾ ഇവരിവിടെ കണ്ടെന്ന് വരില്ല, ചിലപ്പോൾ തുടരാം. ഏതായാലും അതെല്ലാം അവരുടെ പെർഫോമൻസ് അനുസരിച്ചിരിക്കും. ജനത്തിൽ നിന്ന് അകന്നല്ല, ജനനായകരല്ല നമ്മുടെ മന്ത്രിമാരും MLA മാരും നേതാക്കന്മാരും. ഒരു സേവകരാണെന്നാണ് ജനാധിപത്യം വിവക്ഷിക്കുന്നത്. അപ്പം ആ ജനം എന്ന് പറയുന്ന ജനത്തിൻ്റെ ആധിപത്യമാണല്ലോ ജനാധിപത്യം. ജനം ആധിപത്യം നടത്തുന്നവനാണ് അതിനകത്ത് മെയിൻ ക്യാരക്ടർ. അപ്പോൾ അവരെ ശുശ്രൂഷിക്കുന്ന, അവർക്ക് സേവ ചെയ്യുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള നമ്മുടെ പ്രതിനിധികൾ. അപ്പോൾ അവരുടെ സേവ എങ്ങനെ ആയിരിക്കും എന്നുള്ളതിൻ്റെ റിസൾട്ട് തുടരെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്തല്ല എങ്കിൽ നിശ്ചയമായും മറ്റൊരു പ്രതീക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു ഒരു സംഘത്തിന് അല്ലെങ്കിൽ മറ്റൊരു ടീമിന് നമ്മൾ ഈ അവസരം കൊടുക്കും, അല്ലേ? ഏതായാലും ഇന്ന് ചുമതലയേറ്റ മുഖ്യമന്ത്രി അടക്കം മന്ത്രിമാർക്ക്, MLA മാർ ചുമതലയേറ്റില്ലെങ്കിൽ പോലും എല്ലാവർക്കും ഈ ഗവൺമെൻറ്റിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. അതോടൊപ്പം പ്രതീക്ഷയ്ക്കൊത്ത് തന്നെ അവരുടെ പെർഫോമൻസ് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.